മണിക്കൂറായിട്ടാണ് ലാലേട്ടനെ കാണിക്കുന്നത്. പടം തുടങ്ങിയിട്ട് ഒരു മണിക്കൂറായിട്ടാണ് ലാലേട്ടനെ കാണിക്കുന്നത്. നമ്മൾ ഈ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു തോന്നലുണ്ടാവും. പടം തുടങ്ങിയ അവസരത്തിൽ തന്നെ നമുക്ക് തോന്നും ഇതൊരു ഹിന്ദി പടമാണോ നമ്മൾ കാണാൻ വേണ്ടി വന്നിരിക്കുന്നത്, കുറച്ച് കഴിഞ്ഞാൽ അതൊരു മലയാള പടമാണോ, വീണ്ടും കുറച്ച് കഴിഞ്ഞാൽ ഇതൊരു ഹോളിവുഡ് പടമാണോ, അങ്ങനെയുള്ള പല ചിന്തകളും നമുക്ക് വരും. അങ്ങനെ ഇന്റർവ്യൂവിൽ കടന്നു കഴിഞ്ഞ് ഇന്റർവ്യൂവിന് ശേഷം പിന്നെ തിയേറ്ററിന്റെ അകത്ത് ചെറിയൊരു കുലിക്കം, വളരെ ചെറിയൊരു നമ്മുടെ ഫസ്റ്റില് L1 ലൂസിഫറില് ലാലേട്ടൻ ആ ഒരു ചെറിയ സാധനങ്ങൾ മാത്രം ഇട്ടിട്ടുള്ളൊരു കളി. ഇത് ശരിക്കും ഷാഹിദ് മസൂദിന്റെ കഥയാണ്. ഷാഹിദ് മസൂദ് പൃഥ്വിരാജിന്റെ കഥയാണ്. ശരിക്കും ആക്ഷൻ നല്ല ആക്ഷനാണ്. പിന്നെ ക്യാമറ ഉഗ്രനാണ്. ഇതിലൊരു ഷൂട്ടുണ്ട്. ക്യാമറ എങ്ങനെയാണ് പോയേക്കെന്ന് വെച്ചാൽ ഇറാഖിലുള്ള ഒരു ഷൂട്ടാണ്. എൻട്രി തന്നെ ഒരു കീട്ടിലായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പൃഥ്വിരാജൊക്കെ രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഫൈറ്റിൽ വരുമ്പോൾ നമുക്ക് ഒക്കെ ശരിക്കും ഫീറ്റ് ചെയ്ത് നമുക്ക് അറിയാൻ പറ്റും. എന്തായാലും പോകും. ലാലേട്ടൻ പൊളിച്ച്, ലാലേട്ടൻ്റെ പൃഥ്വിരാജും പൊളിച്ച്, നൈസ് പടം. അങ്ങനെ ഉണ്ടായിരുന്നു. ഗംഭീരമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത്ര ആളുകൾ വന്നിരിക്കുന്നുണ്ടല്ലേ, പാട്ടെത്തി വരുന്നുണ്ട്. അതൊന്നും പറയാം. ബാക്കി പടം ലീഡ് ചെയ്തതിനോട് മറ്റു കാര്യങ്ങൾ ടോവിനോ തോമസ്, പിന്നെ അതുപോലെ തന്നെ പൃഥ്വിരാജ്, ഇവരുടെ 3 പേരാണ് കയ്യിൽ പടം ഇരിക്കുന്നത്. എന്തായാലും കാണാനുള്ള കുഴപ്പമില്ല. തേർഡ് പാർട്ടിലേക്ക് വേണ്ടിയുള്ള ഇത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൂടി കാണിച്ചിരിക്കുകയാണ്. കാരണം സെക്കൻഡ് പാർട്ടി ഈ ലെവലിൽ പോയിട്ട് പിന്നെ തേർഡ് പാർട്ടി എന്തായാലും ഒന്നുകൂടി ഒരു മേലേക്ക് കയറും. അതിന് ഒരു സംശയമില്ല. പിന്നെ ഈ പടം എന്ന് പറഞ്ഞാൽ ഇത് എവിടെയൊക്കെ പിടിച്ചിട്ടുള്ളത് ഒരു പിടുത്തില്ല. അതായത് ഇന്ത്യയിലില്ലെന്ന് തോന്നി പടം. ഇന്ത്യയിലല്ല, മൊത്തം ഈ മറ്റു വിദേശ രാജ്യങ്ങളിലേക്കെല്ലാം പടം പിടിക്കണം. അതുകൊണ്ട് തന്നെ മറ്റേ ക്യാമറ ക്വാളിറ്റി ആയാലും വിഷ്വലായാലും ഗംഭീരമായിട്ട് വന്നു. ലൂസിഫറിനെ അപേക്ഷിച്ച് ഒന്നുകൊണ്ട് റെഡി ആയില്ല. കാരണം നല്ല അത്യാവശ്യം നല്ല മേക്കിംഗ് ആണ് പടത്തിൽ. പക്ഷേ നമ്മൾ എക്സ്പെക്ട് ചെയ്തൊരു ഫീൽ കിട്ടില്ല പടത്തിൽ. ലൂസിഫറിനേക്കാളും ഒരു താഴെയായിട്ടാണ് പടത്തിൽ മേക്കിംഗ് അടിപൊളിയായിട്ടുണ്ട്. പൃഥ്വിരാജിൻ്റെ മേക്കിങ്ങും അതൊക്കെ അത്രയ്ക്ക് ടെക്നോളജി വെച്ചുള്ള അതായത് പടം ഓക്കെയാണ്. പക്ഷേ നമുക്കൊരു സ്റ്റോറി പാത്ത് എന്തായാലും പടത്തിൽ എന്തായാലും ഇല്ല, കൺഫേമാണ്. പിന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലത്തെ ഒരു വില്ലനെ പ്രതീക്ഷിച്ചു. പക്ഷേ വില്ലനും നമ്മൾ മലയാളികൾ വിചാരിച്ചൊരു വില്ലനല്ലായിരുന്നു നമ്മൾ. കുഴപ്പമില്ല, കണ്ടിരിക്കുക. 1 ടൈം വാച്ചുകളാണ്. ഒരു എമ്പുരാൻ 3 വരുമ്പോൾ എമ്പുരാൻ 2ൻ്റെ ഒരു അപാകതകൾ മാറി വരുമെന്ന് പ്രതീക്ഷിക്കാമെന്ന് പറയുന്നുണ്ട്. ഇത്ര ഉറപ്പ് വെച്ച് വന്നിട്ട് നമുക്ക് നല്ലൊരു മൂവി ആയിട്ട് കിട്ടിയില്ല. മിക്സഡ് മൂവി ആണ്. എന്നാലും ലൂസിഫറിനെ അപേക്ഷിച്ച് എമ്പുരാൻ പോരാ എന്നാണ് പറയാനുള്ളത്. സെക്കൻഡ് ഹാഫ് ആണ് പടത്തിൽ കുറച്ച് നല്ലതുള്ളത്. ഫസ്റ്റ് ഹാഫ് ഭയങ്കര ലാഗും കാര്യങ്ങളൊക്കെ ആയിരുന്നു. സെക്കൻഡ് ഹാഫ് ഓക്കെ. ഫസ്റ്റ് ഹാഫ് പിന്നെ ലൂസിഫർ വിട്ട് സെക്കൻഡ് ഹാഫിന് ശേഷമാണ് എമ്പുരാനിക്ക് വരുന്നത്. ഇതുവരെ ലൂസിഫർ വിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. നല്ല മൂവിയാണ്. ആക്ച്വലി ലാലേട്ടൻ്റെ ഇൻട്രോ ഒക്കെ മാസമായിരുന്നു. അടിപൊളി സിനിമയാണ്. എല്ലാവരും തീർച്ചയായും തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണണം കേട്ടോ. അടിപൊളി സിനിമയായിരുന്നു. ലാലേട്ടൻ്റെ എൻട്രി ഒക്കെ മാസമാണ്. അടിപൊളി, നന്നായിട്ട് എൻജോയ് ചെയ്തു. എല്ലാവരും തിയേറ്ററിൽ വന്ന് നല്ല ഫിലിമാണ്. സ്റ്റണ്ട് സീനാണ് ഏറ്റവും